സാർ, എൻ്റെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോയ ശ്രീനിവാസനുമായിട്ട് ആണ് താങ്കളുടെ ആദ്യത്തെ 3 സിനിമ 2 സിനിമ അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. പിന്നീട് അദ്ദേഹമായിട്ട് സാർ അസോസിയേറ്റ് ചെയ്യാൻ കണ്ടിട്ടില്ല. സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ആക്ടറായിട്ട് അദ്ദേഹം ഉണ്ട്. അതെന്തുകൊണ്ട്? പിന്നെ രണ്ടാമത്തെ ചോദ്യം, എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ യേശുദാസാണ് സാറിൻ്റെ സിനിമയിൽ ഒരു കാലത്ത് റെഗുലർ കൊലാബറേറ്റ് പാട്ടുകളുടെ കാര്യത്തിൽ. പക്ഷേ ഞാൻ റീസെൻ്റ് ഒബ്സർവ് ചെയ്തത് ഹിസൈനസ് അബ്ദുള്ള മുതലാണ് ആ ഒരു കൊലാബറേഷൻ വളരെ റെഗുലറായിട്ട് വന്നത്. അതിന് മുമ്പ് ഇടയ്ക്ക് 1-2 പാട്ടായിരിക്കും. ഈ യേശുദാസിന് സിംഗറിനെ ചൂസ് ചെയ്യാൻ റെഗുലറായിട്ട് കൊലാബറേറ്റ് ചെയ്യാൻ ഉള്ളൊരു ചോയ്സ് അത്ര ലേറ്റ് ആയത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ആദ്യത്തെ ചോദ്യത്തിനും പറയാം. ആദ്യത്തെ ചോദ്യം ശ്രീനിവാസൻ്റെയാണ്. ശ്രീനിവാസൻ ആണ് മുത്താരംകുന്ന് പിയോയുടെ തിരക്കഥ എഴുതുന്നത്. അപ്പോൾ മുത്താരംകുന്ന് പിയോ ചെന്നൈയിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ സത്യനന്ദിക്കാട് ആ പ്രിവ്യൂ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് അദ്ദേഹം വന്നു. അന്ന് ഞാൻ സത്യനുമായിട്ട് വലിയ അടുപ്പവും പരിചയവും ഉണ്ടായിരുന്നില്ല. സത്യൻ ആ സിനിമയിലെ നായികയായിരുന്ന ലിസിയെ വഴി പ്രിവ്യൂ ഇടുന്നെങ്കിൽ എനിക്ക് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം വന്നത് കണ്ടത്. കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങിയപ്പോഴാണ് സത്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ശ്രീനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചെയ്തത് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാവുന്ന സിനിമയാണ്. അതും ശ്രീനിയും ലാലുമായിട്ട് ചേർന്ന സിനിമയാണ്. ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാനതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനായിട്ട് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ സത്യനും ശ്രീനിയും കൂടെ പുതിയ സിനിമകൾ തിരക്കാതെ തുടങ്ങി. അതാണ് TP ബാലഗോപാലനമ്മ. അപ്പോൾ പിന്നീട് സംഭവിക്കാതെ പോയത് ശ്രീനിയെ സത്യൻ അടിച്ചുകൊണ്ട് പോയതാണ്. പക്ഷേ നമുക്ക് ഒരുപാട് രസകരമായ തമാശയുള്ള സിനിമകൾ തരാൻ ആ ടീമിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ ചെയ്താൽ അത്ര നന്നാകാത്ത ഒരുപാട് സിനിമകൾ നമുക്കറിയാം. സന്ദേശം പോലെയൊക്കെയുള്ള എത്ര ഗംഭീര സിനിമകൾ അവരൊരുമിച്ച് ചെയ്തു. ദാസേട്ടൻ്റെ കാര്യത്തിലെ ഈ പാട്ടിന് ആര് പാട്ട് പാടണമെന്നൊക്കെ തീരുമാനിക്കുന്നത് മ്യൂസിക് ഡയറക്ടേഴ്സാണ്. ഞാൻ അതിനകത്ത് ഇടപെടാറില്ല. കാരണം അവർക്കൊരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ആ പാട്ട് ഇന്ന ഒരു സിംഗറാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവരുടെ മനസ്സിലുണ്ടാവുമല്ലോ. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ എനിക്കൊരു സിനിമ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇത് ആര് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു അതെൻ്റെ ഒരു തീരുമാനമാണല്ലോ. അതുപോലെ അവരൊരു പാട്ട് ചെയ്യുമ്പോൾ ഈ പാട്ടിന് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ആലാപനം ആരിൽ നിന്നാണ് കിട്ടുക എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവരാണ്. പക്ഷേ ദാസേട്ടനുമായിട്ട് രവീന്ദ്ര മാഷൻ ദാസേട്ടനുമായിട്ടുള്ള വലിയൊരു ഹൃദയബന്ധമുണ്ട്. കാരണം രവീന്ദ്ര മാഷ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നതും അദ്ദേഹത്തിന് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിച്ചതൊക്കെ ദാസേട്ടനാണ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, ദാസേട്ടൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഞാൻ ലൈവായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ 50ാം പിറന്നാൾ ദിവസം അദ്ദേഹം പ്രമദവനം പാടുമ്പോഴാണ്. ഒരു ജനുവരി 10-നാണത്.